കൂട്ടുകാരെ, ഇന്ന് എൻ്റെ വീഡിയോ ഒരു ഉപകാരപ്രദമുള്ളതാണ് കേട്ടോ. ചിലർക്കെങ്കിലും നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ, ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഓരോ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു ബോക്സ് കിട്ടും. അപ്പോൾ ആ ബോക്സിനെ ഈ ബോക്സ് എനിക്ക് കളയാൻ തോന്നിയില്ല കേട്ടോ, അത്രയ്ക്ക് ഭംഗിയായി ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭംഗിയുള്ളൊരു ബോക്സ് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പച്ചക്കറി മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ പ്ലാസ്റ്റിക് കൂടുകൾ കിട്ടും, അതൊന്ന് ചുമ്മാ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയിൽ ഇങ്ങനെ ഒരു ബാഗിലിട്ട് വെക്കാറാ മതി. അപ്പോൾ ഞാനോർത്ത് ഇതിനകത്ത് വെക്കാൻ ഒരു ഐഡിയ എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഓൾറെഡി നമ്മളിത് തുറക്കുമ്പോൾ ഇതിന് മുകളിലത്തെ ഇതിങ്ങനെ തുറന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കൊട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകൾ വശം ഞാൻ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഒരു ബോക്സ് പോലെ, അപ്പോൾ നമുക്കിങ്ങനെ അടച്ചു വയ്ക്കുകയും ചെയ്യാം. ഇതിപ്പം കെലോസിൻ്റെയാണ്, അങ്ങനെ ചീത്തയാക്കി കളഞ്ഞു എന്നൊന്നുമല്ല. ഇതൊരു ഈ ബോക്സ് ഇത്രയ്ക്ക് സുന്ദരമായതുകൊണ്ട്, ഇത്രയും ഭംഗിയുള്ളതുകൊണ്ട് എനിക്കത് കളയാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇത് കുറച്ച് ദിവസം ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു കേട്ടോ, ഇത് കളയാണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കൂടുകളിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെച്ചാൽ എടുക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ തുറന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഞാൻ അതിനി ഒട്ടിച്ച് കഴിഞ്ഞ്, അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് സൈഡും സ്റ്റിക്കായിട്ടുള്ള ഒരു സൈസ് ടേപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പറ്റും, നമുക്ക് ഇതിനകത്തൊന്നും ഒട്ടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് കൂടുകളെല്ലാം ഇതിനകത്താണ്. ആക്ച്വലി ഇതിനകത്ത് ഉള്ളിയും ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് വയ്ക്കേണ്ടത്. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്, രണ്ടും കൂടെ ഒരെണ്ണത്തിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കൂടുകൾ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇത് വയ്ക്കാനുള്ള റെഡിയാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് കേട്ടോ, ഇതിങ്ങനെ കൂട്ടുകൂട്ടി വെച്ച്, അപ്പോൾ ഇത് നമുക്കൊരു ഉപകാരത്തിനാക്കുകയും ചെയ്യാം. അപ്പം ഞാനത് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അത് മടക്കിയിട്ട് നന്നായിട്ട് മടക്കി നമ്മളത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഈ കവറുകളെയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് മടക്കണം കേട്ടോ, അല്ലാണ്ട് ചുമ്മാ ചുറ്റുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെയെല്ലാം ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കിയതിന് ശേഷം ഈ ബോക്സിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെ ഞാൻ ഇനി വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കി കഴിഞ്ഞ് കൂട്ടുകാരെ നോക്കൂ, ഇതിനുള്ളിൽ ഇതെല്ലാം. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പൊക്കി എടുത്താൽ മതി, കച്ചറിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ എല്ലാം ഇങ്ങനെ. അപ്പോൾ അത് ഇങ്ങനെ അടങ്ങി നമുക്ക് ഇരുന്നോളും. അപ്പോൾ ഈ ബോക്സ് കളഞ്ഞു എന്നുള്ളൊരു സങ്കടവും വേണ്ട. ഇവിടെ നമ്മളൊരു ടേപ്പ് ഒട്ടിക്കുക, അപ്പോൾ അത് ഇരുന്നോളും. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇതൊരു യൂസ്ഫുൾ അല്ലേ? അപ്പം ഈ കവറിനോടുള്ള സ്നേഹം, അതായത് ഈ കവറിനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അതിങ്ങനെ കൂട്ടി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയുമായിരുന്നു. അടുത്തത് നോക്കൂ കൂട്ടുകാരെ, ഇതൊരു പാഴ്സൽ വന്നതാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ കവറുകൾ അടുക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ അല്ലേ. ഇത് നമുക്കിങ്ങനെ വെറുതെ കൂട്ടിയിട്ട് പാറ്റകളൊക്കെ കയറുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ അടച്ചു വയ്ക്കാം, റബ്ബർ ബാൻഡിട്ടോ എന്തെങ്കിലും അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ 2 ബോക്സായി ഇങ്ങനെ കവർ വെച്ചിരിക്കുന്നു. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഇനി ചിലർ പറയുമായിരിക്കും, എന്താ വേസ്റ്റും കൂടി കളയില്ലേ എന്ന്. അപ്പോൾ അതൊരു ഉപകാരമുള്ള ഒരു സാധനമാക്കി മാറ്റുമ്പം നല്ല കാര്യമല്ലേ.